ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട്? ലൈവിൽ തകർപ്പൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ റിവ്യൂ പറയാനാണ് വന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ. പക്ഷെ കിഡിലൻ ഒരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ. പറയാതിരിക്കാൻ എനിക്ക് വയ്യ. പ്രൊമോ വന്നത് നമ്മൾ ഇന്നലെ രാത്രി വന്ന ഒരു പ്രൊമോയാണ് കേട്ടോ ഏഷ്യാനെറ്റിൽ. അത് തന്നെ തകർത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനുവിനെ ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച ജിസൈലിന് ബൂമറാങ് പോലെ ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട് കോഫിക്കള്ളി. കിഡിലൻ അടിയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളഞ്ഞിട്ട് നമ്മുടെ ജിസൈലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കുറച്ച് ഉടായ്പും കുറച്ച് കുത്തിത്തിരിപ്പും കുറച്ച് കുഴിത്തുരുമ്പും എല്ലാം കൂടെ ചേർന്നാണ് ഗിസൈൽ എന്നുള്ളത്. ഇവർ ഇന്നത്തെ ഈ ഒരു പ്രശ്നം എടുത്തിട്ടൊന്ന് നമ്മുടെ ജയിൽ നോമിനേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഗിസൈൽ ഉറപ്പായിട്ടും ജയിലിലേക്ക് പോകും. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണെന്നുള്ളത്. എന്താണെങ്കിലും ഞാനിപ്പോൾ വന്നേക്കുന്നത് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 19 ഡേ 18 അതിന്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളെ. എന്തായിരുന്നു ഇന്നലത്തെ പ്രശ്നം? ശരിക്കും നമ്മുടെ ബോസേട്ടന് ഇന്നലെ ഒരു നല്ല കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി 9:30 മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഇന്നലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എപ്പിസോഡിൽ. ഉണ്ടായിരുന്നില്ല എന്നല്ല, പകല് ഒരു രാവിലെ ഒന്നും പ്രത്യേകിച്ച് വേറെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ആകെ 2 ടാസ്കും അതുപോലെ തന്നെ പിന്നെ രാത്രി 9:30 ലൈവ് സ്റ്റോറിയിൽ നടന്ന സംഭവം മാത്രമായിരുന്നു ഇന്നലത്തെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. കിട്ടിയ കണ്ടന്റോ നല്ല പോളി കണ്ടന്റ് ആണ് കേട്ടോ. ആര്യൻ ആരാണെന്നാണ് ആര്യൻ വിചാരിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ആര്യന്റെ വിചാരം ആര്യൻ ഭയങ്കര ഹീറോയാണ്. പുറത്ത് ഞാൻ ഇന്നലെ ഒരു കമന്റ് കണ്ടത് കേട്ടോ. രൺബീർ കബീർ ഫ്രം മീഷോ ഇന്നലെ ഭയങ്കര ഷോ ഓഫ് ആയിരുന്നു അല്ലേ. ഭയങ്കര ആര്യൻ്റെ ഒരു ക്യാരക്ടർ നമ്മൾ ആരുടെയും ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ അസാസിനേറ്റ് ചെയ്യാൻ പാടില്ല. എന്നാലും കാണിച്ചിട്ട് കഴിഞ്ഞാൽ അത് കാണിക്കുന്നതാണോ അതോ യഥാർത്ഥത്തിലുള്ളതാണോ എന്നറിയില്ല. പുള്ളിക്ക് എല്ലാവരോടും ഒരു പുച്ഛമാണ്. അത് ഇമ്മെച്യൂർ ആയിട്ടാണോ അറിയില്ല എന്താന്നുള്ളത്. എല്ലാവരോടും ഒരു പുച്ഛമാണ്. എന്താ ഞാനൊരു ഭയങ്കര സംഭവമാണ്, ഞാനാണ് സൂപ്പർ എന്നുള്ളൊരു ടൈപ്പ് ഓഫ് രീതിയിലാണ് പുള്ളി. പിന്നെ ന്യായീകരിച്ച് മെഴുകാൻ ആര്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. സ്പോട്ടിൽ ആര്യനെ ന്യായീകരിച്ച് മെഴുകാനുള്ള കഴിവുണ്ട് കേട്ടോ. അവൻ ചിരിച്ചതാണെങ്കിൽ കൂടി ഞാനത് ചിരിച്ചില്ല, എൻ്റെ ഇമോഷണൽ ബേസ്റ്റ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിച്ചെടുക്കാൻ ആര്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. അപ്പോൾ നമ്മുടെ പണിപ്പുര ഷോപ്പിങ്ങിൻ്റെ 5ാമത്തെ ടാസ്ക് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ടോക്കിംഗ് ടൈം വിത്ത് ഗായത്രി നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 19 ഡേ 18 രാവിലെ അപ്പങ്ങളിമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായ് ഈ പാട്ടോട് കൂടിയാണ് അവിടെ തുടങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന നട്ടുച്ച നേരത്താണ്. കാരണം ആ സമയം മുതൽ ഉച്ച വരെ അവിടെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അല്ലെങ്കിൽ ബോസാണിനെ പുറത്തേക്ക് കാണിക്കാൻ പറ്റിയിട്ട് ഒന്നും നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് 12:30 സമരം ചെയ്യും ഇതാണ് നടന്നത്. ഗ്യാസ് തീർന്നു പോയി, കുക്ക് ചെയ്യാൻ ഗ്യാസ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ സമരവിളിയാണ് നമ്മൾ കേട്ടത്. അതാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അതിനിടയിൽ നെവിൻ വന്നിട്ടൊരു പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറയണം, ഇവരെല്ലാം വിഷജന്തുക്കൾ, വിഷങ്ങളെന്നാണ് പറയുന്നത്. എന്നെ മാനസികമായിട്ട് ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിന്നി നമ്മുടെ ആങ്കറായിട്ട് വന്നിട്ട് ന്യൂസ് റിപ്പോർട്ടറായിട്ട് വന്നിട്ട് ശൈത്യയുടെ അടുത്ത് ന്യൂസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു സംഭവം. അത് കഴിഞ്ഞിട്ട് ടാസ്ക് വരുവാണ് BB ഡിബേറ്റ്. അതാണ് ടാസ്ക്. ഇത് ശരിക്കും ഇൻഡിവിജ്വൽ ടാസ്ക് ആണെന്ന് പറയുന്നു. കഴിഞ്ഞ 2 ടാസ്ക് അല്ല 4 ടാസ്ക് കഴിഞ്ഞതിൽ ആദ്യത്തെ 2 ടാസ്ക് ഗ്രൂപ്പ് ടാസ്ക് ആയിരുന്നല്ലോ. ടീം ടാസ്ക് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടു ഇന്നലെ ത്യാഗിയും ധൈര്യശാലിയും അത് രണ്ടും വെള്ളത്തിൽ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ടാസ്ക് BB ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്നത്. അത് 2 ഘട്ടങ്ങളായിട്ടാണ്. ടോട്ടൽ 7 റൗണ്ട് ഉണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ 4, രണ്ടാമത്തെ ഘട്ടത്തിൽ 3. ഇങ്ങനെയായിരുന്നു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു 2 പേര് തമ്മിലുള്ള ഒരു ഡിബേറ്റ് ആണ് ചെയ്യുന്നത്. ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ബിഗ് ബോസ് തന്നെ കൊടുക്കും. ആ ടോപ്പിക്ക് ആരൊക്കെയാണെന്ന് ബിഗ് ബോസ് തന്നെ പറയും. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഡിബേറ്റ് ടാസ്ക് ആണിത്. ഇത് ഇൻഡിവിജ്വൽ ടാസ്ക് ആണ്. പോയിന്റ് ആരാണോ ജയിക്കുന്നത് അവർക്ക് തന്നെയാണ് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ടാസ്കിനൊക്കെ പോയി തോറ്റ ആൾക്കാരില്ലേ, ത്യാഗിയും അതുപോലെ തന്നെ നമ്മുടെ ധൈര്യശാലികളുമായിട്ടുള്ള ആൾക്കാരില്ലേ, അവരാണ് ഈ ടീം ഈ ഒരു ടാസ്കിന്റെ ജഡ്ജസ് എന്ന് പറയുന്നത്. നമ്മുടെ അനീഷ്, ജിസൈൽ, ആര്യൻ, പിന്നെ ആദില, നൂറയിൽ നിന്ന് അതൊരാൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സരികയുടെ കൂടെ ആദില, നൂറ അവർ 2 പേരിൽ ഒരാളായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ സരികയ്ക്ക് തീരുമാനിക്കാം. അപ്പോൾ സരിക പിക്ക് ചെയ്തത് നൂറയാണ്. അപ്പോൾ ആദില ജഡ്ജായിട്ട് പോയി. അങ്ങനെയായിരുന്നു. ഫസ്റ്റ് വരുന്നത് സരികയും നൂറയുമാണ്. വിഷയം എന്ന് പറയുന്നത് ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ വേണ്ട എന്ന് സരികയും വ്യക്തിഗത ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മുടെ നൂറയും
ഇതായിരുന്നു രണ്ടുപേർക്കും. അങ്ങനെ വാദിക്കണം, രണ്ടുപേരും വാദിക്കണം. 2 മിനിറ്റാണ് സമയം. ജഡ്ജസ് തന്നെ അവർക്ക് മറ്റേ സ്റ്റോപ്പ് വാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ അത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് 2 മിനിറ്റ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെയായിരുന്നു, ഒരാൾക്ക് 2 മിനിറ്റ് സംസാരിക്കാം. അപ്പോൾ സരിക പറഞ്ഞു വ്യക്തിഗത ചോദ്യങ്ങൾ ആവശ്യമില്ല, കാരണം ഹോട്ട് സീറ്റിൽ വന്നിരുന്നിട്ട് പേഴ്സണലായിട്ട് ചോദിക്കുമ്പോൾ അത് അവർക്ക് ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് വേറെ എന്തൊക്കെ ചോദിക്കാം, കലാകാരന്മാരും കലാകാരികളും വരുമ്പോൾ അവരുടെ കഴിവിനെ പറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ കാര്യങ്ങളെ പറ്റി അങ്ങനെയൊക്കെ ചോദിക്കാം. പേഴ്സണൽ ക്വസ്റ്റ്യൻസിന്റെ ആവശ്യമില്ല. ഇത് ശരിക്കും കഴിഞ്ഞ ദിവസം സരികയും ശാരികയും ആയിട്ടുള്ള ഹോട്ട് സീറ്റ് സംഭവമില്ലേ, അതിനെ ലിങ്ക് ചെയ്തിട്ടാണ് ശരിക്കും ഇങ്ങനെ ഒരു ടോപ്പിക്ക് സരികയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ നൂറ പറയുന്നുണ്ട് ഇത് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് എന്തിനും റെഡി ആയിട്ട് വേണം ഹോസ്റ്റിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. കാരണം ഹോട്ട് സീറ്റ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല, എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ ഒരു ഇന്റർവ്യൂ അല്ല. അപ്പൊ അതുകൊണ്ട് അതിന് ധൈര്യമുണ്ടെങ്കിൽ മാത്രം എഗ്രി ചെയ്ത് വന്നാൽ മതി, അതല്ലാതെ വരണ്ട. പക്ഷെ നൂറ പറഞ്ഞതിൽ പോയിന്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ നൂറയ്ക്ക് കഴിഞ്ഞില്ല. പിന്നെ 2 മിനിറ്റ് സമയം എടുത്തില്ല. അതിന് മുമ്പ് തന്നെ നൂറ പറഞ്ഞ് നിർത്തി. അങ്ങനെ സരികയ്ക്ക് അവിടെ പോയിന്റ് കിട്ടുകയാണ്. രണ്ടാമത് വരുന്നത് നിവിനും ശൈത്യയുമാണ്. നിവിൻ വളരെ കൂളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നിവിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ തന്നെ അടിപൊളിയായിരുന്നേ. ശൈത്യ പറയുന്നുണ്ട് ഞാനിവിടെ മരപ്പാവയായിട്ട് നിൽക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ വന്ന അന്ന് മുതൽ ഞാൻ എല്ലാവർക്കും വേണ്ടി ടാസ്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് പറ്റുന്നതിലെല്ലാം ഇടപെടുന്നുണ്ട്, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിവിൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ശൈത്യ ട്രിഗർ ചെയ്ത രീതിയിലാണ് സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ വളരെ കൂളായിട്ട് നിവിൻ അതിനെ ഹാൻഡിൽ ചെയ്തു, നന്നായിട്ട് തന്നെ. ഞാനൊരു എൻ്റർടൈനറാണ്, അതുകൊണ്ട് തന്നെ ആരും ഇതുവരെ നോമിനേഷനിൽ പോലും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൂളായിട്ട് സംസാരിച്ചു. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു നിവിൻ സംസാരിക്കുന്നത് കേൾക്കാൻ, ഭയങ്കര കൂളായിട്ട്, ഒരു ടെൻഷനും ഇല്ലാണ്ട് എന്നാ പറയുന്ന കാര്യങ്ങളെല്ലാം വ്യക്തത ഉണ്ടായിരുന്നു, പോയിന്റ് ഉണ്ടായിരുന്നു. മാത്രമല്ല നിവിൻ അവിടെ ഒരു മൈൻഡ് ഗെയിം കളിച്ചു. നിവിൻ ശരിക്കും ശൈത്യയെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചു. അനുമോളുടെ പാവാട തുമ്പിലാണ് ശൈത്യ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. അത് ശൈത്യക്ക് കയറി അങ്ങ് കൊണ്ടിട്ടോ. ശൈത്യ 2 പ്രാവശ്യം നിവിൻ സംസാരിക്കുന്നതിനിടയിൽ ഇന്റർഫിയർ ചെയ്തു. അത് കാരണം ഡിസ്ക്വാളിഫൈ ആയി. അങ്ങനെ അവിടെ നിവിന് പോയിന്റ് കിട്ടുകയാണ്. 150 പോയിന്റ്സ് നിവിന് കിട്ടി. പിന്നെ വരുന്നത് അക്ബറും അഭിലാഷുമാണ്. ഗ്രൂപ്പിസം വേണം എന്ന് അക്ബറും, ഗ്രൂപ്പിസം വേണ്ട, ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്നുള്ളത് അഭിലാഷും. അതും ശരിക്കും അക്ബറിന് നമ്മുടെ ബോസേട്ടൻ കൊടുത്ത ഒരു ഹിന്റാണ്. അക്ബറിന് മനസ്സിലായോ എന്നുള്ളത് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 ദിവസമൊക്കെ ആയിട്ട് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട് അവനെ തകർക്കണം ഇവനെ തകർക്കണം അങ്ങനെ ഒരു ടോക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. അക്ബറിനെയൊക്കെ ആണെങ്കിലും ശരത്തിനെയൊക്കെ ആണെങ്കിലും എല്ലാ സ്ഥലത്തും എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് പൊളിഞ്ഞോന്നൊന്നും അറിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ആര്യന്റെ ജിസേലിന്റെ ഒക്കെ പ്രശ്നം നമ്മൾ കണ്ടതല്ലേ, ടാസ്ക്. അതിൽ നിന്നൊക്കെ തന്നെ കുറെ ഗ്രൂപ്പിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെങ്കിലും നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അഭിലാഷിന് കറക്റ്റ് പോയിന്റ്സ് അങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ല. അഭിലാഷ് കുറെ സംസാരിച്ചെങ്കിലും പോയിന്റ്സിലൊന്നും ഒരു വാലിഡ് ഉള്ള പോയിന്റ്സ് പറയാനായിട്ട് പറ്റിയില്ല. പക്ഷെ അക്ബറിന് നെഗറ്റീവ് ടോപ്പിക് ആയിരുന്നു ശരിക്കും. ഗ്രൂപ്പിസം വേണം എന്നുള്ളതായിരുന്നെങ്കിലും കുറച്ച് വാലിഡ് പോയിന്റ്സ് അക്ബറിന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റി, കൺവിൻസ് ചെയ്യിക്കാൻ പറ്റി ജഡ്ജസിനെ. അതുകൊണ്ട് തന്നെ അവിടെ അക്ബർ ജയിച്ചു. അഭിലാഷിന് കിട്ടിയില്ല, അക്ബറിനാണ് 150 പോയിന്റ്സ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒനീലും ശാരികയുമാണ്. മിഡ് വീക്ക് എവിക്ഷനിൽ 2 പേരും പുറത്തു പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ആർക്കാണ് തിരിച്ചു വരാൻ അർഹത? അപ്പോൾ ശാരികയുടെ കുറേ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു. ഞാനല്ല കളിച്ചത് എനിക്ക് വേണ്ടി 2 പേരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് ഫോൾട്ടുകളൊക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഒനീൽ അങ്ങനെ അല്ലായിരുന്നു. ഒനീലിന്റെ ടീം വർക്ക് കൊണ്ടാണ് ഒനീൽ ഇവിടെ എത്തിയത്, അതല്ലാണ്ട് ഒനീൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിക സംസാരിച്ചു. ഒനീൽ വന്ന് അതിനൊക്കെ കൗണ്ടർ അടിച്ച് ഒനീൽ കൂടുതൽ പോയിന്റ്സ് പറഞ്ഞു. ശാരിക ഒരു 6 പോയിന്റ്സ് പറഞ്ഞു. ഒനീൽ 10 കൂടുതൽ പോയിന്റ്സ് പറഞ്ഞിട്ട് ഒനീൽ ജയിച്ചു. ഒനീലിന് 150 പോയിന്റ്സും കിട്ടി. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഘട്ടം അങ്ങനെ അവിടെ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ നിവീനും ശൈത്യയും കൂടെ നേരെ വാഷ്റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോയിട്ട് നിവീൻ പറയുന്നുണ്ട് ഞാൻ ശൈത്യയെ ട്രിഗർ ചെയ്തപ്പോൾ തന്നെ അവൾ ട്രിഗറായി, അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വിജയം അവിടെ ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതാണ് നിവീൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത്. നിവീൻ നല്ലൊരു മൈൻഡ് ഗെയിമറാണ്. നിവീന് ഏത് പോയിന്റിൽ കയറിയാൽ ആൾക്കാരെ പിടിച്ച് താഴെ ഇടാം എന്നുള്ള നല്ല വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ നിവീൻ അവിടെ നല്ലൊരു BB മെറ്റീരിയൽ ആണ് കേട്ടോ മൈൻഡ് ഗെയിം കളിക്കാനായിട്ട്. ഒരുപാട് ബഹളമൊന്നും വെക്കില്ലെങ്കിലും നമുക്കൊരു എൻ്റർടൈനറും ആണ്, നല്ലൊരു മൈൻഡ് ഗെയിമറാണ് കേട്ടോ പുള്ളിക്കാരൻ. അപ്പോൾ ശാരിക പറയുന്നുണ്ട് ഞാൻ ഒനീലിനങ്ങ് കൊടുത്തതാണ്, കാരണം എപ്പോഴും ബെനിഫിറ്റ് എന്ന് പറയുന്നത് രണ്ടാമത് സംസാരിക്കുന്ന ആൾക്കാണ് ബെനിഫിറ്റ്. ഞാൻ പുള്ളിയോട് പറഞ്ഞു രണ്ടാമത് സംസാരിക്കാൻ, പുള്ളി പറഞ്ഞു വേണ്ട ശാരിക തന്നെ തുടങ്ങിയാൽ മതി, പിന്നെ ഞാനങ്ങ് കൊടുത്തതാണെന്നൊക്കെ ശാരികയും പറയുന്നുണ്ട്. കൊള്ളാല്ലേ എന്തായാലും. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ 2ാം ഘട്ടമാണ് വരുന്നത്. 2ാം ഘട്ടത്തിൽ ഫസ്റ്റ് വരുന്നത് ബിന്നിയും രേണുവുമാണ്.
അപ്പോൾ അവർ വന്നിട്ട് ശുചിത്വവും സാഹചര്യവുമായി ബന്ധമുണ്ട് എന്നുള്ള വിഷയത്തെപ്പറ്റി ബന്ധം ഇല്ല എന്ന് നമ്മുടെ ബിന്നിയും ബന്ധമുണ്ട് എന്ന് രേണുവും സംസാരിക്കണം. അപ്പം ബിന്നി നന്നായിട്ട് തന്നെ സംസാരിച്ചു. എനിക്ക് ബിന്നിക്ക് ഒരു ഫ്ലോ അത്ര കുറവുണ്ടായിരുന്നു. പക്ഷെ രേണു സംസാരിച്ച എല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പെയിൻ വിഷയമൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെയാണ് രേണു സംസാരിച്ച് പോയത്. പിന്നെ വിഷയത്തിൽ നിന്ന് രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബിന്നിയല്ല രേണുവിനെയാണ് അവർ സെലക്ട് ചെയ്തത്. അങ്ങനെ രേണുവിന് 150 പോയിന്റ്സ് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അനുവും റെനയുമാണ് വന്നത്. പ്രായവും ജീവിതാനുഭവവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അനുവും ബന്ധമില്ല എന്ന് റെനയും. അതും ഈ പറഞ്ഞതുപോലെ കുറെ വിഷയത്തിൽ നിന്നൊക്കെ തെന്നിപ്പോയി. അനുവിന് അങ്ങനെ സംസാരിച്ച് വീട്ടാനൊന്നും പറ്റിയില്ല ആരെയും. അപ്പൊ അത് കാരണം റെന കുറച്ച് പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ റെനയ്ക്ക് അവിടെ 150 പോയിന്റ്സ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഷാനവാസും ശരത്തുമാണ് വരുന്നത്. വിഷയം എന്ന് പറയുന്നത് സൗഹൃദം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഷാനവാസും, തെറ്റല്ല ശരിയാണെന്ന് ശരത്തും. അതും അവർ പറയുന്ന പോലെ വിഷയത്തിൽ നിന്നൊക്കെ അവർ വിട്ടുപോയി സംസാരിച്ചു. പിന്നെ നമ്മുടെ ഷാനവാസ് കുറേ നേരം ആമുഖം പറയാൻ തന്നെ കുറേ സമയം എടുത്തിട്ട് അങ്ങനെ തന്നെ പുള്ളിയുടെ കുറേ സമയം അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ പോയിന്റ്സ് ഒന്നും വന്നതുമില്ല. അങ്ങനെ ഇതിൽ ശരത്താണ് വിൻ ചെയ്തത്. അങ്ങനെ ശരത്തിന് 150 പോയിന്റ്സ് കിട്ടി. അതിനുശേഷം അപ്പോൾ പോയിന്റ്സ് കിട്ടി എല്ലാവരും കൂടെ വന്ന് നിൽക്കുവാണ്. ഇവരിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യണം പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു വഴക്ക് നടക്കുന്നുണ്ട് ഒനിയിലും റെനയും തമ്മിൽ. റെന പറയുന്നുണ്ട് എനിക്ക് പോകണം, സംസാരമായി വിഷയമായി. ഒനിയിൽ തന്നെ പോകാനായിട്ട് സെലക്റ്റഡ് ആയി. അവിടെ കുറച്ച് സീനൊക്കെ ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒനിയിൽ തന്നെ പോകാനായിട്ട് തീരുമാനമായി. അങ്ങനെ ആ ടാസ്ക് BB ഡിബേറ്റ് എന്ന് പറയുന്ന ടാസ്ക് ഒക്കെ കഴിഞ്ഞു. ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ആര്യൻ പറയുന്നുണ്ട് അനുവിന് ഒരു ടോക്കിംഗ് ക്വാളിറ്റി ഒന്നും ഇല്ല, അതിന് ടോക്കിംഗ് കപ്പാസിറ്റി ഒന്നും ഇല്ലാന്ന് നമ്മുടെ ആര്യൻ സംസാരിക്കുമ്പോൾ ജിസൈൽ പറയുന്നു ടോക്കിംഗ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ വഴക്കിടുമ്പോൾ നല്ല കപ്പാസിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു ടോക്കാണ് പിന്നെ കാണിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ റെനയും വന്നിരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഭൂമി കയ്യേറ്റമാണ് കേട്ടോ. ഇന്നലെ ടാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടന്റ് ആയിട്ട്. അപ്പോൾ അതായിരുന്നു ഭൂമി കയ്യേറ്റം. ഭൂമി കയ്യേറ്റം എന്ന് പറയുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഇവർക്കൊരു മഡ്പിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 ടീമായിട്ട് ഇവർക്ക് തന്നെ 2 ടീമായിട്ട് വേണമെങ്കിൽ തിരിയാം. പക്ഷെ എല്ലാവരും കൂടെ പഴയ ടീം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ടീം എയും ടീം ബിയും ആയിട്ട് നിൽപ്പുണ്ട്. ഒരു മഡ്പിറ്റ് ഉണ്ട്. ആ മഡ്പിറ്റിനകത്ത് ഇവർക്ക് യെല്ലോ കളറിൽ കുറച്ച് കൊടികൾ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിങ്ക് കളറിലെ കുറച്ച് കൊടികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സ്പേസിൽ ഇവർ കൊടി കുത്തി വയ്ക്കുന്ന ആൾക്കാരായിരിക്കും വിജയികൾ. അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. 15 മിനിറ്റ്സ് ആയിരുന്നു ആ ടാസ്കിൻ്റെ ഒരു ടൈം കേട്ടോ. ഇന്നലെ ലൈവിലാണെന്ന് പറഞ്ഞത് 15 മിനിറ്റ്സ് ആണ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഇവർ ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. 2 ടീമും പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ചെയ്തിട്ട് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാറ് ഫിസിക്കൽ ടാസ്ക് ആയിരുന്നു കേട്ടോ. ഗംഭീര പെർഫോമൻസ് അല്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു ടാസ്കിൽ. എല്ലാവരും നന്നായിട്ട് മാക്സിമം അവരവരുടെ കയ്യും കാലും ഒന്നും നോക്കാതെ അവരുടെ മാക്സിമം തന്നെ എല്ലാവരും അതിലേക്ക് ഇട്ടു കേട്ടോ. ഷാനവാസൊക്കെ എയറിലായിരുന്നു തോന്നുന്നു. ഷാനവാസിനെയൊക്കെ ഒരു 3-4 തവണ എടുത്ത് എറിയുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ജിസൈലിൻ്റെ പുറത്തൂടെ എല്ലാവരും കൂടെ വന്ന് കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും നന്നായിട്ട് തന്നെ കളിച്ചു. അനു അതിനിടയ്ക്ക് നല്ലൊരു പ്ലേ കളിച്ചു കേട്ടോ. അനു കൊടിയൊക്കെ കൊണ്ടുപോയി ആ സ്മോക്കിംഗ് ഏരിയയിൽ പോയിട്ട് ഡ്രസ്സിനകത്തൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും അവരവരുടെ മാക്സിമം തന്നെ കൊടുത്തിട്ടാണ് കളിച്ചത്. അവസാനം നമ്മുടെ ബോസണ്ണം പറഞ്ഞു നിങ്ങൾ ഇടയ്ക്കൊരു ഗ്യാപ്പും കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൊടുത്തു. കാരണം ഇവർ ഭയങ്കരമായിട്ട് ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞു മൈക്കിട്ട് കളിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 5 മിനിറ്റ്സ് റെസ്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മൈക്ക് ഊരി വയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഇത്രയും നാൾ വന്നതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസിന് ഒരു റെസ്പെക്റ്റും ഇല്ലാത്തൊരു സീസണാണ് കേട്ടോ ഇത്. പല കാര്യങ്ങൾ പല വിഷയങ്ങൾ ഒരു കാര്യത്തിന് ഒരുപാട് തവണ ലിവിങ് റൂമിൽ വന്നിരിക്കാനായിട്ട് ഒരു ദിവസം ബിഗ് ബോസ് ഇപ്പോൾ അറ്റ് എ ടൈം എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 തവണ ഇവരെ വിളിച്ചാലായിരിക്കും എല്ലാ ആൾക്കാരും വന്നിരിക്കുന്നത്. ബിഗ് ബോസിന് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് കൊടുക്കുന്നതായിട്ട് തോന്നില്ല കേട്ടോ. ഇന്നലെ ടാസ്കിനിടയിലും ബിഗ് ബോസ് പറയുന്നുണ്ട് ഫിസിക്കൽ മതി, നിങ്ങൾ നിർത്തൂ പറഞ്ഞു പുള്ളിക്ക് മതിയായി തോന്നണേ. സത്യം ടാസ്ക് കഴിഞ്ഞു, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യോ, ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു എന്നൊരു 1000 തവണ അങ്ങേരെ അവിടെ ഇരുന്ന് വിളിച്ച് പറഞ്ഞാണ്. അവസാനം അങ്ങേരെ തൊണ്ടയിലെ വെള്ളം പറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഇവർ നിർത്തിയില്ല. ബെസറടിയായിരുന്നു. ബെസറടി ഒരു 20-25 ബെസർ ഒരുമിച്ച് അടിച്ചിട്ടുണ്ടാവും. എന്നിട്ടും നിർത്തിയില്ല. അവസാനം കുറേ നേരം പിടിയും വലിയൊക്കെ കഴിഞ്ഞിട്ട് നിർത്തി. വിജയികളെ കണ്ടുപിടിച്ചു. ടീം ബി ആണ് ജയിച്ചത്. ടീം ബിക്ക് 158 കൊടികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ടീം എക്ക് 138 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ടീം ബി ആണ് ജയിച്ചത്. അതിനുശേഷം ജയിച്ച ടീമിൽ നിന്ന് 2 പേർക്ക് പണിപ്പുര ഷോപ്പിങ്ങിന് വേണ്ടി പോകാം. അപ്പോൾ അതിന് ആരാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ നിവിൻ പറയുന്നുണ്ട് ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അനുമോൾ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒനിയിലും ഗിസയിലൊക്കെ പറയുന്നുണ്ട് അവൾ എന്ത് അട്ടർ വേസ്റ്റ് ആയിട്ടാണ് അവൾ ടാസ്ക് ചെയ്തതെന്ന് പറയുന്നു.
അനുവാണ് അത്രയും കൊടികളെടുത്ത് സേഫ് ആക്കി അവൾ ഡ്രസ്സിനുള്ളിൽ വെച്ചത് കൊണ്ടാണ് ഇവർക്ക് അത് അത്രയും വയ്ക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ അവർക്ക് അത്രയും കൗണ്ട് വരില്ല. പിന്നെ എങ്ങനെയാണ് അനു അട്ടർ വേസ്റ്റ് എന്ന് ഇവർ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ശരിക്കും ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതൊന്നും ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ വന്നൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും പോണില്ല. ഇപ്പൊ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ നടന്നിട്ടുണ്ട്. ഇതിൽ എത്ര കാര്യം പുള്ളിക്കാരൻ വന്ന് ചോദിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം അത് ചോദിക്കണം ഇത് ചോദിക്കണം എന്നൊക്കെ, പക്ഷെ എന്തൊക്കെ ചോദിക്കും എന്തൊക്കെ ചോദിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് നാളെ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് ആഗ്രഹമുണ്ടല്ലേ പല കാര്യങ്ങളും ചോദിക്കണം എന്നുള്ളത്, പക്ഷെ എന്തൊക്കെ ചോദിക്കും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. ലൈഫ് സ്റ്റോറിയിലായിരുന്നു മക്കളെ ഈ ആര്യൻ എന്ത് ഷോയാണ് ഈ കാണിക്കണേ. ഭയങ്കര ഇത്രയും സീസൺ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ലൈഫ് സ്റ്റോറി. നമ്മുടെ ഏറ്റവും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ലൈഫ് സ്റ്റോറി ആയിരുന്നല്ലേ നമ്മുടെ അനിയൻ മിഥുന്റെ ലൈഫ് സ്റ്റോറി. അത് നമുക്ക് ഭയങ്കര കോമഡി ഒരു ലൈഫ് സ്റ്റോറി ആയിരുന്നു ശരിക്കും കേട്ടോണ്ട്. ഇവൻ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് വരെ അവിടെ ഇരുന്ന് കേട്ടോണ്ടിരുന്ന ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് പോലും അവരവിടെ ഇരുന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ചിരിച്ചിട്ടില്ല. അതായത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നവർക്ക് പലർക്കും അറിയാം ഇവൻ പറയുന്നത് നുണയാണെന്നുള്ളത്. എന്നിട്ട് പോലും അതിനെതിരെ അവിടെ ഇരുന്ന് ആരും ചിരിക്കുകയോ എക്സ്പ്രഷൻ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരുടെ ലൈഫ് സ്റ്റോറിയും കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടില്ല, നമുക്ക് കരയാനോ ഒന്നും തോന്നില്ല. എങ്കിൽ പോലും നമ്മൾ വെറുതെ ഇരുന്ന് കേട്ടാൽ മതി. ഇതല്ല, ഇത് ചിരിക്കുമായിരുന്നു. ചിരിയായിരുന്നു. ആരിനെ അടക്കാൻ പറ്റാത്ത ചിരിയായിരുന്നു. എന്തിന് ഇങ്ങനെ അടക്കാൻ പറ്റാത്ത ഇത്ര ചിരിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിന്നി വന്ന് സംസാരിച്ച സമയത്ത് ആര്യന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആര്യൻ നല്ല രീതിയിൽ തന്നെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ശൈത്യ സംസാരിച്ച് തുടങ്ങിയ ഒരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി. പക്ഷെ ലൈവിൽ വളരെ ക്ലിയർ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ലൈവിൽ കാണാൻ പറ്റും. എപ്പിസോഡിൽ പക്ഷെ അത്രയും കാണിച്ചിട്ടില്ല. ആര്യൻ ഒരു ശൈത്യയുടെ ഒരു സ്റ്റോറി പകുതി ആയപ്പോൾ മുതൽ ആര്യൻ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങിയതാണ്. അവിടെ പലരും അത് കണ്ടു. വേറെ ഷാനവാസിനോട് പറയുന്നുണ്ട് ആര്യൻ ഇരുന്ന് ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പെട്ടെന്ന് അക്ബറിന്റെ മൈക്കിൽ കയറി പിടിക്കുന്നുണ്ട്. ശാരിക പറയുന്നത് ആര്യൻ കോഷ്ടി കാണിക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ സ്ഥാനത്തായിരുന്നു ഇങ്ങനെ ഒരാൾ കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവരവിടെ ലൈഫ് സ്റ്റോറി പറയാനിരുന്നപ്പോഴാണ് വേറൊരാൾ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഇവർക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ വളരെ ഇമോഷണലി ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അവരുടെ ലൈഫ് സ്റ്റോറി പറയുന്നതെന്ന് വെച്ചാൽ വളരെ ഇമോഷണലി ആയിട്ട് പറയുന്നതാണത്. നമ്മൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിൽ നമ്മളത് കേട്ടോണ്ട് അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ അത് കേൾക്കുന്നതായിട്ട് ഇരിക്കുക. വളരെ മോശമായിട്ടുള്ള ഒരു ഇതായിട്ട് തോന്നി. ഇത്രയും സീസണായിട്ട് പോലും ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അത്രയ്ക്ക് മോശമായിട്ടാണ് ആര്യൻ ഇന്നലെ അവിടെ പെരുമാറിയത്. പക്ഷെ ന്യായീകരിച്ച് മെഴുകാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അതിന്റെ ഇമോഷണൽ ബേസ്റ്റ് ആണ് പുറത്തു വന്നതെന്ന്. അതായത് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ബാക്ക് പെയിൻ ആണ് ചേച്ചി, എനിക്ക് ബാക്ക് പെയിൻ ആണെന്ന് പറയുന്നവൻ ചിരിച്ചുകൊണ്ട് എങ്ങനെ ബാക്ക് പെയിൻ വരുന്നു എന്നുള്ളത് മനസ്സിലാവാത്തൊരു കാര്യമാണ്. വളരെ മോശമായിട്ടുള്ള വേറൊരു പ്രവൃത്തി. അഭിലാഷ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അഭിലാഷിന് ചെരുപ്പൂരി എറിഞ്ഞു. ഒരു ബിഗ് ബോസ് സീസണിൽ ഇതുപോലൊരു കണ്ടസ്റ്റന്റ് വേറെ ആളെ ചെരുപ്പൂരി എറിഞ്ഞിട്ട് പണിഷ്മെന്റ് ഒക്കെ കൊടുത്തത് നമ്മൾ കണ്ടു. നാളെ ലാലേട്ടൻ വന്നിട്ട് ആര്യന് പണിഷ്മെന്റ് കൊടുക്കുമോ അതോ ഇനി സമ്മാനം കൊടുക്കുമോ എന്നൊക്കെ ഉള്ളത് നാളെ എപ്പിസോഡ്, നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ജിസയില് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് കണ്ടത്. ഹ്യൂമാനിറ്റിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ അവിടെ സംസാരിക്കുന്ന ആൾക്കാരാണ് ആര്യനും ജിസയിലും ഒക്കെ. ഞാൻ ഹ്യൂമാനിറ്റി തുളുമ്പുന്ന നിറക്കുടങ്ങളെ, അവിടെയുള്ള ആൾക്കാർ തന്നെ ഇത്ര നാളെടുത്ത് പോക്കില്ല. ഹ്യൂമാനിറ്റിയുടെ നിറക്കുടങ്ങൾ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം ഒരു പെണ്ണാണ് അവൾക്ക് ഹ്യൂമാനിറ്റി എന്നൊരു സാധനമുണ്ട്, മുടി മുറിക്കാൻ പറയുന്നു നിങ്ങളെന്നൊക്കെ പറഞ്ഞ ആര്യനാണ് വേറൊരു പെൺകുട്ടി വന്നിരുന്ന് അവളുടെ ലൈഫ് സ്റ്റോറി വളരെ സങ്കടത്തോടു കൂടി അവളുടെ ലൈഫ്, അവള് കടന്നുപോയ ആ ഒരു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കളിയാക്കി ചിരിക്കുന്നത്. ഇവൻ എന്തൊരു ഇതാണ് ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറയാൻ. എത്ര ബോധമുണ്ട് ഇയാൾക്ക് ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറയാൻ. ആര്യൻ്റെ വിചാരം ആരും ഭയങ്കര പോസിറ്റീവ്, ഞാനൊരു സംഭവമായിട്ട് തന്നെ എല്ലാ ആൾക്കാരും കാണുന്നു, ഞാൻ ഇവിടുത്തെ ഒരു കിടിലം തന്നെ എന്നുള്ള ഒരു രീതിയാണ്. പക്ഷേ ഒന്നുമല്ല, ആര്യൻ്റെ ഗെയിം വളരെ നെഗറ്റീവിലേക്ക് പോവുകയാണ്. ഗ്രാഫ് വളരെ താഴത്തേക്ക് പോവുകയാണ്. നേരത്തെ ആര്യൻ ഇത്രയും ഇത് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി കൂടി വരികയാണ് ആര്യൻ്റെ. അത് ആര്യൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് വരുന്നത്. പിന്നെ പലരുടെയും ഡബിൾ സ്റ്റാൻഡ് അവിടെ കണ്ടു. റെന ഇരുന്ന് ചിരിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ റെനയോട് ഇത്രമാത്രം ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നും അഭിലാഷിന് ഉണ്ടായിരുന്നില്ല. അഭിലാഷ് ആദ്യം വന്ന് പറഞ്ഞു അവനിരുന്ന് ചിരിക്കുന്നു, അത് കഴിഞ്ഞ് ആര്യനോട് സംസാരിക്കുമ്പോൾ പറയുന്നു നീ അല്ല ഇവിടെ വേറെ പലരും ഇരുന്ന് ചിരിച്ചു എന്ന് പറയുന്നു. പിന്നെ വീണ്ടും സ്റ്റാൻഡ് മാറ്റി ആര്യൻ എന്ന് പറയുന്നു. അതൊക്കെ പിന്നെ നമുക്ക് ന്യായീകരിക്കാടാ, അതൊക്കെ നമുക്ക് ന്യായീകരിച്ച് മെഴുകാം ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡൊക്കെ. പക്ഷേ ആര്യൻ കാണിച്ചു തരുന്ന ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആര്യൻ കാണിച്ചത്. അത് നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനോ ആര്യനെ മെഴുകാനോ പറ്റില്ല, വളരെ മോശമാണത്. പിന്നെ നമ്മുടെ സരികയുടെ മെഴുകലുണ്ടായിരുന്നു. രാത്രി എല്ലാവരുടെ അടുത്തും വന്ന് സരിക കുറെ മെഴുകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പാനിയും
ആര്യനായിട്ട് സംസാരിക്കുമ്പോൾ അവന് ചിരി അടക്കാൻ കഴിയുന്നില്ല. ഇത്രയും വേദന ഉള്ളവൻ എങ്ങനെ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നു എന്ന് മനസ്സിലാവില്ല. വേദന എടുത്തിട്ട് പൊളഞ്ഞിട്ട് കിടക്കാമെന്നാ പറയണം. പക്ഷെ അവന് ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒനിയിലും ഷാനവാസും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. രാത്രി ബിന്നിയുടെ അടുത്ത് പോയി ജസ്റ്റിഫൈ ചെയ്യാൻ പോയപ്പോൾ ബിന്നി പറയുന്നുണ്ട്, നീ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തരത്തിലും ജസ്റ്റിഫിക്കേഷൻ എനിക്ക് പറ്റില്ല. ഡോക്ടറായിട്ടാണ് നീ എന്നെ കണ്ട് സംസാരിക്കുന്നതിൽ പോലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നീ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ചോദിക്കുമ്പോൾ നീ അതിനുള്ള കാര്യങ്ങളും മറുപടികളും പറഞ്ഞാൽ മതി എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുകയാണ് മക്കളെ. അതായിരുന്നു ഇന്നലത്തെ സംഭവങ്ങളെല്ലാം. പിന്നെ ഇന്നിപ്പോൾ രാവിലെ കോഫി അടി നടക്കുന്നുണ്ട് കേട്ടോ. പ്രൊമോ നമ്മുടെ ഏഷ്യാനിൽ പ്രൊമോ വന്നതിൻ്റെ അതേ അടി തന്നെ രാവിലെ നടന്നു. അപ്പോൾ പിന്നെ കുറേ കണ്ടു കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഇന്നത്തെ സംഭവങ്ങൾ അറിയാം. ഇന്നിനിപ്പോൾ ജയിൽ നോമിനേഷൻ ഉണ്ടാവും, ക്യാപ്റ്റൻസി നോമിനേഷൻ ഉണ്ടാവും. വീണ്ടും ഇവന്മാരെയൊക്കെ തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമോ, പുതിയ ആൾക്കാരെ രംഗത്തേക്ക് ഇറക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ ആകണം. അപ്പോൾ എന്തായാലും ബാക്ക് ടു ബാക്ക് ഞാൻ വീഡിയോസ് ആയിട്ടൊക്കെ വരാം. അപ്പോൾ നാളെ കാണാം. ബൈ.